ഈ കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന് പരിക്കേറ്റ ഒരു സംഭവമുണ്ടല്ലോ, അതിൽ യുവാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പരിക്കേറ്റ CPO ബിജുമോന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും നടപടി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ യുവാക്കൾക്കെതിരെ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ശ്യാമ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയ ചർച്ചയായതാണ് യുവാക്കൾ പറയുന്ന ഒരു വാദം, പോലീസിന്റെ മറ്റൊരു വാദം. അതിൽ വിശദീകരണവുമായിട്ട് കഴിഞ്ഞ ദിവസം പോലീസ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് ഉൾപ്പെടെ ആരോഗ്യനില എങ്ങനെയാണ് ഒന്ന്, അപ്പം ഈ നടപടി അത് പോലീസ് എങ്ങനെയാണ് മുന്നിലേക്ക് നീക്കുന്നത്? പൂജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ രണ്ട് കാര്യങ്ങളാണ് നിലനിന്നത്. ഒന്ന്, ഈ രണ്ടുപേർ, അതായത് ഈ അനിലും രാഹുലിനെയും പോലീസ് കാര്യമായ രീതിയിൽ മർദ്ദിച്ചു എന്നതടക്കമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. എന്നാൽ പിന്നീടാണ് പോലീസ് തങ്ങളുടേതായ ഒരു വേർഷൻ ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. അതിൽ ഈ ബൈക്ക് അതിവേഗത്തിൽ തന്നെയാണ് വരുന്നതും പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇട്ടു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ CPO ആയിട്ടുള്ള ബിജുമോൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ ബിജുമോൻ്റെ ബോധം വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ മൊഴിയെടുത്ത ശേഷം ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കൂടി കേസെടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ ഉണ്ടായ സംഭവത്തിൽ കണ്ണമാലി പോലീസ് കേസെടുത്തിരുന്നു. അതായത് ഈ പോലീസുകാരുടെ കൃത്യവിലോപം തടസ്സപ്പെടുത്തുക ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. അതിലുപരിയായിട്ട് നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ ഈ കൊല്ലാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വധശ്രമത്തിന് ഇരുവർക്കുമെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നിലവിൽ ഈ പോലീസിനെതിരെ ഈ യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ്. അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ആ പരാതിയിലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്.